ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടമായ കുറേ മനുഷ്യർ, കനത്ത മനുഷ്യാവകാശ ലംഘനം, അതിൻ്റെയൊക്കെ വാർത്തകൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുകയായിരുന്നു. അതിലൊരു താൽക്കാലികമായി സർക്കാരൊക്കെ ചർച്ച നടത്തി ഒരു മരവിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ആ നടപടികളിൽ നിന്നൊക്കെ കമ്പനി പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ കമ്പനിയുമായി അനുനയത്തിന് ശ്രമിക്കുകയാണ് സർക്കാർ. എന്നാൽ പിരിച്ചുവിടൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കമ്പനി. നാളെ ലേബർ കമ്മീഷണറുമായി നടത്തേണ്ട ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുക്കില്ല എന്നാണ് സൂചന. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സ്നേഹ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും അവരുടെ പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പല വിധത്തിലുള്ള പരിമിതികളുണ്ട്. എന്നാലും അവരുടേതായ ഭാഗത്തു നിന്നും ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. പക്ഷേ കമ്പനി ഈ പിരിച്ചുവിടലിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലേ? കഴിഞ്ഞ ദിവസം നഷ്ടപരിഹാരമൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ അവസാന ദിവസമാണ് പറഞ്ഞൊക്കെയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി അവർ ഓരോരുത്തരും എന്ത് ചെയ്യും? ഈ ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുക്കില്ലല്ലോ. തീർച്ചയായും പൂജ, കമ്പനി അധികൃതർ നാളെ 11 മണിക്ക് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നാണ് സൂചന. അതിന്റെ പ്രധാന കാരണം എന്നത് വെള്ളിയാഴ്ചയാണ് ഈ കൂട്ടപ്പിരിച്ചുവിടൽ നടന്നത്. രാവിലെ തൊഴിലിടത്തെത്തിയ തൊഴിലാളികളോട് നിങ്ങളെ പിരിച്ചുവിടുകയാണ് എന്നാണ് പറയുന്നത്. അന്നേ ദിവസം ജോലിക്ക് എത്തിയപ്പോഴാണ് തൊഴിലാളികൾക്ക് ഇക്കാര്യം മനസ്സിലാകുന്നത്. മുൻകൂട്ടി തൊഴിലാളികളെ അറിയിച്ചിരുന്നില്ല. അവർക്കേറ്റൊരു തിരിച്ചടി തന്നെയാണ് ഇത്. അന്ന് ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അധികൃതരാണ് എത്തിയത്. മാനേജറെ അടക്കം, അതായത് കേരളത്തിലുള്ള മാനേജറെ അടക്കം പിരിച്ചുവിട്ടിരുന്നു. കേരളത്തിൽ 2 ഇടങ്ങളിലായാണ് ഇവർക്ക് ബ്രാഞ്ചുകൾ ഉള്ളത്. ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് കോഴിക്കോടുമാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് 2.5 മാസത്തെ സാലറി ഈ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. പക്ഷേ വെള്ളിയാഴ്ച സ്ഥലം MLA ഉമാ തോമസ്, ജില്ലയിലെ ലേബർ ഓഫീസർ, അതോടൊപ്പം തന്നെ മന്ത്രി സണ്ണി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ അന്നവർ പറഞ്ഞിരുന്നത് തൊഴിലാളികൾക്ക് ഉടൻ തന്നെ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും, അതിനുള്ള അഡ്വൈസ് ബാങ്കിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അവർക്ക് ഇടപെട്ട് ബാങ്കിന്റെ നടപടികൾ മരവിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ലേബർ സെക്രട്ടറിയുമായി നാളെ ചർച്ച നടത്താനാണ് വെള്ളിയാഴ്ച തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആദ്യം ലേബർ കമ്മീഷണറുമായി ഒരു ചർച്ച നടത്താം എന്നാണ് തീരുമാനിച്ചത്. അപ്രകാരം ഒരു നോട്ടീസൊക്കെ, അതായത് 11 മണിക്ക് നാളെ ചർച്ചയുണ്ട് എന്ന തരത്തിലുള്ള നോട്ടീസ് കോറോ ഹെൽത്തിന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം പതിപ്പിച്ചിട്ടുണ്ട്. രേഖ കൃഷ്ണമൂർത്തിയാണ് ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ്. ഈ വൈസ് പ്രസിഡന്റിനടക്കം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട അധികൃതർക്കെല്ലാം തന്നെ നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന തരത്തിൽ ലേബർ കമ്മീഷണർ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അതിന് മറുപടിയൊന്നും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും തൊഴിലാളികൾക്ക് ലഭിച്ച ഒരു വിശദീകരണം വന്നത് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡാണ് തങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്നാണ്. ഇപ്പൊ ലേബർ കോഡ് പ്രകാരം 300 പേരിൽ താഴെയാണ് തൊഴിലാളികളെങ്കിൽ സർക്കാരിനെ അറിയിക്കാതെ ഈ തൊഴിലാളികളെ പിരിച്ചുവിടാനായിട്ടുള്ള നിയമമുണ്ട്. പക്ഷേ ഈ ലേബർ കോഡ് കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. പക്ഷേ 300 തൊഴിലാളികളല്ല, കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് 800ഓളം തൊഴിലാളികളാണ് ഈ കോറോ ഹെൽത്തിനുള്ളത്. ഒരു മെഡിക്കൽ കോഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ 300-ലധികം തൊഴിലാളികൾ ഉണ്ട് എങ്കിൽ നേരത്തെ തന്നെ തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും അറിയിക്കേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഇവർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പിരിച്ചുവിടൽ നടപടികളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കമ്പനി. പല ഭാഗത്തു നിന്നും വന്ന് ഈ ജില്ലയിലും അതോടൊപ്പം തന്നെ കോഴിക്കോടും ജോലി ചെയ്യുന്ന ഒട്ടേറെ യുവാക്കളുണ്ട്. ഭൂരിഭാഗം ഈ കമ്പനിയുടെ ആളുകൾ യുവാക്കളാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു പിരിച്ചുവിടൽ അവർക്ക് ഈ തൊഴിലാളികൾ കേട്ട തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി വിശദീകരിക്കുന്നത്. എന്ത് നടപടിയാണെങ്കിലും അതിൽ ഓരോന്നിലും അത് എവിടെയാണെങ്കിലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതൊന്നും തന്നെ പാലിക്കാതെ കുറേ മനുഷ്യരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതിന്മേൽ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഒരു താൽക്കാലികമായിട്ടെങ്കിൽ പോലും അവർക്കൊരു ആശ്വാസം നൽകാത്ത വിധമുള്ള നടപടികൾ അത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ പ്രതിസന്ധിയിലായത് ഈ പിരിച്ചുവിടലിന് ഇരയായ കുറേ മനുഷ്യരാണ്. അവർക്കാണ് നീതിയില്ലാതെ പോകുന്നത്. സ്നേഹമോൾ നയനാനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.